വിഷയത്തിൽ ഇനിയൊരു ചർച്ച വേണ്ട എന്നാണ് ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നിലപാട്. ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഇനി ഒരു പ്രതികരണവും വേണ്ട എന്നും രാജ്ഭവൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. രാജ്ഭവൻ ഹാൾ സജീവമാക്കാനും ഗവർണറുടെ തീരുമാനമുണ്ട്. പ്രശാന്ത് കൃഷ്ണ ഈ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി 5-ാം തീയതി തുടങ്ങിയ വിവാദമാണ്. ഇന്നലെ വരെ അതിങ്ങനെ കത്തിനിന്നു. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുകൂടി ഗവർണർ ഉറപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഇനി അങ്ങോട്ടേക്കും രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ ഭാരതാംബയുണ്ടാകും, ഇതേ ഭാരതാംബയുണ്ടാകും, പുഷ്പാർച്ചനയുണ്ടാകും അല്ലേ? അതായത് ഇപ്പോൾ ഗവർണർ ഇനി ഈ വിഷയത്തിൽ ഭാരതാംബ ചിത്രം വച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇനി താനില്ല എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹമാണ് ഭരണത്തിൻ്റെ തലവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലേക്കുള്ള മറ്റു ഉള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രതികരണം നടത്തി അതിൽ ഭാഗമാകേണ്ട എന്ന തീരുമാനത്തിലാണ്. ഒരു പെറ്റി പൊളിറ്റിക്സ് കളിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നതാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് സർക്കാരുമായി ഒരു മുൻകാലങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ കണ്ടതുപോലുള്ളൊരു തെരുവിൽ കണ്ടതുപോലുള്ളൊരു ഏറ്റുമുട്ടലുകൾ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതേസമയം തന്നെ രാജ്ഭവൻ ഹാളിൽ ഇനി കോൺഫറൻസ് ഹാളാണ്. കോൺഫറൻസ് ഹാളിൽ ഇനി ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ രാജ്ഭവൻ വൃത്തങ്ങളോട് ചോദിക്കുമ്പോഴും പറയുന്നത് അത് ഗവർണറുടെ വിവേചന അധികാരമാണ്. കാരണം ഒരു പരിപാടി നടക്കുമ്പോൾ ഗവർണർക്ക് ആ ചിത്രം അവിടെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാം, വേണ്ടെന്ന് തീരുമാനിക്കാം. പക്ഷേ രാജ്ഭവനിലെ ആ ഹാള് സജീവമാക്കാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം. കാരണം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതൊക്കെയാണ് സാധാരണഗതിയിൽ അവിടെ നടക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ഗുരുമൂർത്തിയെ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് അവിടെ നടത്തിയ സെമിനാർ പോലുള്ള സെമിനാറുകൾ എല്ലാ മാസവും നടത്താനാണ് ഗവർണറുടെ തീരുമാനം. ഒപ്പം തന്നെ കലാപരിപാടികളൊക്കെ നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഏറ്റവും ഉടൻ നടക്കാൻ പോകുന്നത് ഒരു സാമ്പത്തിക വിഷയവുമായി, സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണല്ലോ. അപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ ഒരു സെമിനാർ ഉടൻ നടത്താനാണ് ഗവർണർ ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം നേരത്തെ തന്നെ നയം വ്യക്തമാക്കിയിരുന്നു. ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തും എന്ന പുഷ്പാർച്ചന നടത്തുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വിഷയമായി മാറുന്നത് സർക്കാരിൻ്റെ ഒരു പരിപാടി രാജ്ഭവനിൽ നിശ്ചയിക്കുന്ന സമയത്ത്, അത് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പോലുള്ള ചടങ്ങാണ് സാധാരണ നടത്താറുള്ളത്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രവും അവിടെ പുഷ്പാർച്ചനയും എല്ലാം നടക്കുന്നത്. ഈ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ആർലേക്കർ വന്ന സമയത്ത് നല്ലൊരു ബന്ധം സർക്കാരും രാജ്ഭവനും തമ്മിൽ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ പിറന്നാൾ സമയത്ത് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന ഗവർണർ, കുടുംബസമേതം രാജ്ഭവനിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി, അങ്ങനെ ഊഷ്മളമായ ഒരു ബന്ധം രാജ്ഭവനും സർക്കാരും തമ്മിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ച് വരികയായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഈ വിയോജിപ്പിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയിപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടി അതിൽ ഗവർണറെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്ഭവനിൽ നടത്താൻ കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ? പ്രശാന്ത്, അതാണ് ആര്യ ഞാൻ പറഞ്ഞത്. അതായത് ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആണ് സാധാരണഗതിയിൽ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയൊക്കെയാണ് ആ വേദിയിൽ നടക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പരിപാടി അവിടെ നടക്കാറില്ല. ഇപ്പോൾ പരിസ്ഥിതി ദിന ചടങ്ങിൻ്റെ സെമിനാർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ഞാൻ വിശദീകരിക്കുക. അതായത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടി രാജ്ഭവനിൽ നടക്കാറുണ്ട്. അതിൻ്റെ അത് ഒരു വൃക്ഷത്തൈ നടുന്ന ചടങ്ങാണ്. അതാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അങ്ങനെ അതാദ്യം നടത്തുന്നു. വൃക്ഷത്തൈ നട്ട ശേഷം ഒരു പ്രോഗ്രാം കൂടി വയ്ക്കുന്നു ആ ഹാളിൽ. മുൻകാലങ്ങളിൽ ഒരു പരിപാടിയായി, ഒരു ചടങ്ങായി ഒരു ഫംഗ്ഷൻ വയ്ക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ അത് വയ്ക്കുന്നു. ഇത് വച്ച സമയത്താണ് ഈ വേദിയിൽ ഭാരതാംബയുടെ ചിത്രവും വിളക്കുമെല്ലാം കണ്ട് ആ വിവരം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്, പി പ്രസാദിൻ്റെ ഓഫീസിൽ ലഭിക്കുന്നത്. പി പ്രസാദ് അപ്പോഴാണ് ഗവർണറോട് ഇക്കാര്യം ആ ചിത്രം അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ഗവർണർ പ്രകോപിതനാകുന്നത്. ഗവർണർ പറയുന്നത് അങ്ങനെയാണ്. ആദ്യം ഇറക്കിയ നോട്ടീസിൽ രാവിലെ 11:01 പ്രയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതാംബയുടെ ചിത്രത്തിലെ പുഷ്പാർച്ചനയും വിളക്കുകൊളുത്തലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പി പ്രസാദ് അങ്ങനെ ഒരു അഭിപ്രായം, അത് മാറ്റണം, ഈ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഗവർണർ പ്രകോപിതനായത്. അപ്പോൾ ഗവർണർ പറഞ്ഞു അത് മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് വീണ്ടും ഒരു നോട്ടീസ് ഇറക്കിയത്. ആ നോട്ടീസിൽ രാവിലെ 11:01 ഭാരതാംബയുടെ ചിത്രത്തിൽ നിലവിളക്ക് കൊളുത്തലും പുഷ്പാർച്ചനയും എന്നുകൂടി ഉൾപ്പെടുത്താൻ പ്രോട്ടോകോളിലേക്ക് രാജ്ഭവൻ എത്തുകയായിരുന്നു. ഇനി എന്തായാലും എങ്ങനെ മുന്നോട്ട്? ഇപ്പൊ CPI ഈ വിഷയം സജീവമായി ഏറ്റെടുത്തിട്ടുണ്ട് ദിവിഷ്. ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചാരണ പരിപാടികൾക്ക് CPI മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് വിഷയമുണ്ടായാലും സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും ശക്തമായ നിലപാട് രാജ്ഭവൻ എടുക്കുമ്പോൾ, CPI എടുക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രതികരണം പോലും ഇതുവരെ വന്നിട്ടില്ല.